മലയാള കവിതയുടെ ചരിത്രപരമായൊരു വികാസം എന്ന് പറയുന്നത് മലയാള കവിത, നമ്മുടെ കവിത ഒരു പൊതുമണ്ഡലമായി വികസിച്ചതിൻ്റെ ചരിത്രം ആണ് തീർച്ചയായിട്ടും. ആറ്റൂരിൻ്റെ കവിത ആ കവിതാ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ണി ആണ്. കാരണം ആറ്റൂരിൻ്റെ കവിതയിൽ എത്തുമ്പോൾ അന്ന് വരെ മലയാള കവിത താണ്ടാത്ത ദൂരങ്ങൾ താണ്ടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മലയാള കവിത മുമ്പ് കാണാത്ത ദൂരങ്ങൾ ആ കവിത താണ്ടിയെത്തുന്നു. അത് വളരെ പ്രധാനപ്പെട്ട, ചരിത്രപരമായി തന്നെ വലിയ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കവിതയുടേതല്ല എന്ന് നമ്മൾ സാമ്പ്രദായികമായി മാറ്റി നിർത്തിയ മേഖലകളൊക്കെ കവിതയിലേക്ക് വരികയാണ്. ഒരു ഉദാഹരണത്തിന് ഒരു കെട്ടിടം നിർമ്മാണം നടക്കുകയാണ്. ഒരു കെട്ടിട നിർമ്മാണം നടക്കുന്ന ഒരു സ്ഥലത്ത് തൊഴിലാളികൾ താമസിക്കുന്ന ഭാഷ, ഇത് കവിതയ്ക്ക് പുറത്തുള്ളൊരു സ്ഥലമാണ്. ഇനി അതല്ലെങ്കിൽ തിരക്കേറിയ ഒരു നഗരത്തിലെ തിരക്കേറിയൊരു കടയിലെ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുന്ന ക്യാഷ് മേടിക്കുന്ന ആള്, നമുക്ക് അയാളെ മുതലാളി എന്ന് വിളിക്കാം. അങ്ങനത്തെ ഒരു കഥാപാത്രം മലയാള കവിതയുടെ പരമ്പരാഗതത്വത്തിന് പുറത്ത് നിൽക്കുന്ന ഒരാളാണ്. ഇനി അതല്ലെങ്കിൽ ഹോട്ടലിൽ ജോലി ചെയ്യുന്നൊരു വെയിറ്റർ, നാട്ടിൽ നിന്ന് പോയി മദ്രാസ് പോലെ ഒരു നഗരത്തിൽ ഹോട്ടലിൽ ജോലി ചെയ്യുന്നൊരു വെയിറ്റർ. ഇനി അതുമല്ലെങ്കിൽ സ്വന്തം വീട് പൊളിച്ച് വിറ്റ്, മനയാണ് അത് പൊളിച്ച് വിറ്റ്, വീടോ മനയോ എന്തോ ആവട്ടെ, സ്വന്തം വീട് പൊളിച്ച് വിറ്റ് ഓട്ടോറിക്ഷ വാങ്ങിച്ച് ഓടിക്കാൻ നിർബന്ധിതനാകുന്ന ഒരാൾ. ഇങ്ങനെയുള്ള കവിതയ്ക്ക് പുറത്ത് അതുവരെ നിർത്തിയ മനുഷ്യരെയും ജീവിത സാഹചര്യങ്ങളെയും ഒക്കെ കവിതയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ കവിതയുടെ ഒരു സ്പേസ്, കവിതയുടെ ഒരു സ്ഥലം വികസിപ്പിച്ചു, എക്സ്പാൻഡ് ചെയ്തു എന്നുള്ളതാണ് ആറ്റൂരിൻ്റെ ഏറ്റവും വലിയ ഒരു സംഭാവന എന്ന് ഞാൻ വിചാരിക്കുന്നു. അതോടൊപ്പം ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കാലം എന്ന് പറയുന്നത് പലപ്പോഴും വളരെ അമൂർത്തമാണ്. അമൂർത്തമായ നമ്മുടെ കാലത്തെ, അത് പത്രമാധ്യമങ്ങളിലൊക്കെ അവരൊക്കെ കാലത്തെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അതിനൊക്കെ ഒരു മൂർത്തതയുണ്ട്. ആ മൂർത്തതയ്ക്കപ്പുറം അമൂർത്തമായ കാലകൽപ്പനകളെ ശില്പപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. കാലത്തിൻ്റെ അമൂർത്തതകളെ ശില്പപ്പെടുത്തിയ വലിയ കവിയാണ് ആറ്റൂർ എന്നുള്ളതാണ് ഇതിനോട് ചേർത്ത് പറയാനുള്ള ഒരു കാര്യം. മൂന്നാമതൊരു കാര്യം എനിക്ക് ആറ്റൂരിൻ്റെ വലിയൊരു സംഭാവനയായിട്ട് തോന്നുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, സൂചി കാണിക്കാത്ത കാലങ്ങളുണ്ട്. സൂചി കാണിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞു പത്രമാധ്യമങ്ങളൊക്കെ കാണിക്കുന്നത് സൂചി കാണിക്കുന്ന കാലമാണ്. സൂചി കാണിക്കാത്ത, ഒരു സൂചിയിലും ഒരു അളവുകോലിലും രേഖപ്പെടുത്താൻ സാധിക്കാത്തൊരു കാലമുണ്ട്. ആ സൂചി കാണിക്കാത്ത കാലത്തെ അടയാളപ്പെടുത്തിയ കവിതയാണ് ആറ്റൂർ കവിത. ഒരു കാര്യം കൂടി പറയട്ടെ, ഇടവെളികളുടെ കവിയാണ്, ഇടസ്ഥലങ്ങളുടെ. ഇപ്പോൾ എനിക്കും നിങ്ങൾക്കും ഇടയിലൊരു സ്പേസ് ഉണ്ട്. ആ ഇടസ്ഥലങ്ങളുടെ കവിതയാണ് ആറ്റൂരിൻ്റെ കവിത. ഇങ്ങനെ തുടക്കത്തിലേക്ക് നമുക്ക് മടങ്ങാം. നമ്മുടെ കവിതയുടെ മണ്ഡലത്തെ, കവിതയുടെ സ്പേസിനെ മുമ്പില്ലാത്ത തരത്തിൽ വികസിപ്പിച്ച, കവിതയ്ക്ക് മുമ്പ് എത്തിപ്പിടിക്കാൻ കഴിയാത്ത സ്ഥലങ്ങളിലേക്ക് കവിതയെ വ്യാപിപ്പിച്ച എഴുത്തുകാരനാണ്, വലിയ എഴുത്തുകാരനാണ് ആറ്റൂർ രവിവർമ്മ. അതിന് പലപ്പോഴും രേഖീയമായൊരു ചരിത്രമായിട്ടോ എഴുതപ്പെട്ടൊരു ചരിത്രമായിട്ടോ അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു ചരിത്രമായിട്ടോ ഒന്നും കൃത്യമായ ബന്ധം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത് പലപ്പോഴും മനസ്സിൻ്റെ ചില വിസ്മയങ്ങളുടെയോ അല്ലെങ്കിൽ ഭാവനയുടെയൊക്കെ അല്ലെങ്കിൽ കവിതയുടെയോ ധാരകളിലൂടെ മാത്രം നടന്നെത്തിയാൽ
എത്തിപ്പെടാവുന്ന ഒരു സ്വകാര്യ ചരിത്രം, ഒരു സ്വകാര്യ ഭൂതകാലം എല്ലാ മനുഷ്യനുണ്ടാവും. ഇപ്പോൾ ആറ്റൂരിൻ്റെ കവിതയിൽ നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് ഇങ്ങനെ ചില ചേർവരമ്പിലൂടെ നടന്നെത്തിയാൽ, ചില ഇരുൾപാതകളിലൂടെയൊക്കെ നടന്നെത്തിയാൽ, അടരുകൾ അടർത്തി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരുപക്ഷെ ഇത്തരമൊരു സ്വകാര്യ ഭൂതകാലവും ഒരു സ്വകാര്യ ചരിത്രവുമായിരിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ആറ്റൂരിൻ്റെ ചെറുപ്പം എന്നുള്ള കവിത, അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഞാൻ കോലായിലിരിക്കയായിരുന്നു, വൈദ്യുതി പോയി, ദിക്കു മുഴുവൻ കൂരിരുട്ട്, കാഴ്ചപ്പെട്ടികൾ ഒലിപ്പെരുക്കികൾ ഊമകളായി, മൗനം കീറുന്ന ചീവീടുകളുടെ പഴയ പാട്ട് കാതിലും കണ്ണിലും മെയ്യിലും ഇരുട്ട് ഉരുമ്മുന്നു. പിന്നെ പിന്നെ കൺപിന്നിൽ മരങ്ങൾ, ചില്ലകൾ, ഇലകൾ തെളിഞ്ഞു വരുന്നു. വെട്ടുവഴി, പള്ളിക്കുടം തെളിഞ്ഞു വരുന്നു. ഇതിൽ ആറ്റൂർ സഞ്ചരിക്കുന്നത് ഒരു സ്വകാര്യ ഭൂതകാലത്തിലൂടെയാണ്. ഈ സ്വകാര്യ ഭൂതകാലത്തിൻ്റെ അല്ലെങ്കിൽ ആറ്റൂരിൻ്റെ പേഴ്സണൽ ചരിത്രത്തിൻ്റെ ആ വെട്ടുവഴി അല്ലെങ്കിൽ ആ ഇരുട്ടുവഴി ചെന്നെത്തുന്നത് ആ കവിതയുടെ അവസാനം വായിച്ചാൽ അറിയാം. AD 9-ാം നൂറ്റാണ്ടിലെ ഒരു കൽത്തൂണിൽ കാണുന്ന സുന്ദരിയിലേക്കാണ്. AD 9-ാം നൂറ്റാണ്ടിലെ ഒരു കൽത്തൂണിലെ ശില്പത്തിലേക്കാണ്. ഇത് ആറ്റൂരിൻ്റെ കവിതയുടെ ഒരു സൂക്ഷ്മ സ്വഭാവം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കവിതയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താ വെച്ചാൽ ഈ സ്വകാര്യ ചരിത്രത്തിലൂടെയും സ്വകാര്യ ഭൂതകാലത്തിൻ്റെ ഈ ഇരുട്ടിലൂടെ, ഈ മങ്ങലിലൂടെ, മിനുങ്ങി മാത്രം കത്തുന്ന ചില പന്തങ്ങളുടെയോ ചൂട്ടിൻ്റെയോ വെളിച്ചത്തിലൂടെ നമ്മൾ നടന്നെത്തിക്കഴിഞ്ഞാൽ കാണുന്നത് ഒരു നിമിഷാർത്ഥത്തിൻ്റെ ഇരുട്ടിൻ്റെയും വെളിച്ചത്തിൻ്റെയും ഒരു സമ്മിശ്രത്തിൽ, ഒരു നിമിഷാർത്ഥത്തിൻ്റെ ഇരുട്ടിലെയോ ഒരു നിമിഷാർത്ഥത്തിൻ്റെ വെളിച്ചത്തിലോ മാത്രം കാണുന്ന ചില ശില്പങ്ങൾ, ചില ചരിത്ര റെലിക്കുകൾ ഓരോ മനുഷ്യനും കണ്ടെത്താൻ സാധിക്കും. ഈ കൺപോള ഇരുട്ടിൻ്റെ ഒരു നിമിഷാർത്ഥത്തിൽ ഇത്തരം ചില സംജ്ഞകൾ, ഇത്തരം ചില രൂപങ്ങൾ, ശില്പങ്ങളൊക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇതിനെ നമ്മുടെ ഒരു കാരണവർ അല്ലെങ്കിൽ നമ്മുടെ ഒരു പൂർവീകൻ ആവിഷ്കരിക്കാനോ രേഖപ്പെടുത്താനോ ശ്രമിച്ചാൽ അതിനൊരുപക്ഷെ ഒരു ഗുഹാചിത്രത്തിൻ്റെ അത്രയും ഗുപ്തത അല്ലെങ്കിൽ അത്രയും പിണർവരകളിലായിരിക്കും അത് കൊത്തിയുണ്ടാക്കുന്നത്. ആറ്റൂരിൻ്റെ ഭാഷയെക്കുറിച്ച് പരക്കെ എല്ലാവരും സംസാരിക്കുന്ന ഒരു കാര്യം, അത് വളരെ സൂക്ഷ്മവും അത് വളരെ ശ്രദ്ധയോടെയും കൊത്തിയെടുത്ത മാതിരി ഒരു ഭാഷയാണ്. അധികം വന്നൊരു വാക്കോ അധികം വന്നൊരു സ്വരമോ അധികം വന്നൊരു വരിയോ ആറ്റൂരിൻ്റെ കവിതയിൽ കാണില്ല. അത്രത്തോളം സൂക്ഷ്മമായിട്ട് കൊത്തിയെടുത്ത ഒരു കരവേലയാണ് ആറ്റൂരിൻ്റെ കവിതയിൽ നമ്മൾ കാണുക. അതിനെ ഞാൻ എങ്ങനെ ബന്ധപ്പെടുത്തുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ചരിത്രത്തിൻ്റെ ചില പേഴ്സണൽ കാഴ്ചകളെ, സ്വകാര്യ കാഴ്ചകളെ ഒരു ഗുഹാമനുഷ്യനോ നമ്മുടെ ഒരു കാരണവരോ രേഖപ്പെടുത്താൻ ശ്രമിച്ചാൽ അയാളത് കല്ലിൽ ഇങ്ങനെ കൊത്തിയെടുക്കും. കല്ലിൽ കൊത്തിയെടുത്ത ഒരു ശിലാലിഖിതത്തിൻ്റെ അത്രയും ആയാസവും ആനന്ദവും അനുഭവിച്ചാണ് ആറ്റൂർ മലയാള ഭാഷയിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. ആറ്റൂരിൻ്റെ ഭാഷയുടെ സൂക്ഷ്മത വരുന്നത് ഇത്തരം സ്വകാര്യ യാനങ്ങളിലൂടെ ചെന്നെത്തുന്ന ഒരു കാഴ്ചയെ നമ്മുടെ ഒരു കാരണവർ, ഒരു പൂർവികൻ രേഖപ്പെടുത്തിയാൽ ഉണ്ടാകുന്ന ഒരു കരവേലയുടെ ആയാസത്തോടെയും ആനന്ദത്തോടെയുമാണ്. ആറ്റൂരിൻ്റെ മറ്റ് കവിതകളിൽ പ്രത്യക്ഷപ്പെടുന്ന പോലെ തന്നെ കാലത്തിൻ്റെ രണ്ടറ്റങ്ങൾ അല്ലെങ്കിൽ പല കാലങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന ഒരു കവിതയാണ് അർക്കം. അത് പ്രധാനമായിട്ടും മുത്തശ്ശൻ, ഞാൻ എന്നീ ദ്വന്ദ്വത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് ആറ്റൂരിൻ്റെ മിക്കവാറും കവിതകളിൽ ഈ മുത്തശ്ശനും ഞാനും, മുത്തശ്ശൻ്റെ ലോകവും മുത്തശ്ശൻ്റെ കാലവും ഞാനും എൻ്റെ കാലവും, ഇങ്ങനെയുള്ള കാലത്തിൻ്റെ രണ്ടറ്റങ്ങൾ പ്രധാനപ്പെടുന്നുണ്ട് ആറ്റൂരിൻ്റെ കവിതയിൽ. അപ്പം ഈ ഭ്രാന്ത് എന്ന കവിതയിലും ഈ രണ്ടറ്റങ്ങൾ ഉണ്ട്. ഒപ്പം തന്നെ നമ്മുടെ കാവ്യ പാരമ്പര്യം എന്ന് പറയുന്നത് പ്രകാശത്തിൽ വെളിപ്പെടുന്ന ഒരു ലോകവും അതിൻ്റെ കാഴ്ചകളുമാണ് പ്രത്യേകിച്ച് ആറ്റൂർ കവിത എഴുതിയ ആധുനികതയിലുള്ളത്. അപ്പം ആറ്റൂരിൻ്റെ കവിത അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഇരുണ്ട ലോകത്തിൻ്റെ, ഒരു അധസ്ഥലത്തിൻ്റെ, ഇപ്പം
കെ സി നാരായണൻ്റെയൊക്കെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അശുഭമെന്നോ അനാകർഷകമെന്നോ പിന്നെ ഒക്കെ വിളിക്കാവുന്ന തരത്തിലുള്ള പ്രതീകങ്ങൾ ഒക്കെ നിരന്തരമായിട്ട് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഈ ഒരു അശുഭ പ്രതീകങ്ങളെല്ലാം കൂടെ ചേർന്ന് അതൊരു ദർശനമായി തന്നെ ആറ്റൂരിൻ്റെ കവിതയിൽ വികസിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇപ്പം ഈ ഭ്രാന്ത് എന്ന കവിതയിൽ ഉണ്ണുന്ന ഭക്ഷണത്തിൽ ചോറിൽ ചോരയും ഇടവഴിയിൽ ഇറച്ചി കഷ്ണവും കണ്ണീരിൻ്റെ പുളിപ്പും ഇങ്ങനെയുള്ള അശുഭ ബിംബങ്ങളുടെ ഒരു തുടർച്ച തന്നെയാണ്. ആറ്റൂരിന് പ്രിയപ്പെട്ട കവി, താങ്കൾ അക്കരെ നിന്ന് പുറപ്പെടുമ്പോൾ ഊരുറക്കത്തിലായിരുന്നു. ആറ് ആടിയാടി പൊയ്ക്കൊണ്ടിരുന്നു. ചോപ്പു കിനിഞ്ഞു വരുന്നതേയുള്ളൂ. ചില കിളികൾ ഉണർന്ന് ലോകം 2-3 അടി പാടി നീക്കി. ചിലർ പലരായി, പലർ പുലരിയായി, കോലാഹലമായി ചിതറി. പുതുവെട്ടത്തിൻ്റെ മൂർച്ചയിൽ, നീണ്ട നിഴലുകളുടെ തീർച്ചയിൽ കൊല്ലാനും ചാവാനും തേടി ഇടയായില്ല കുതറി. കരയിൽ ഭാണ്ഡമിറക്കി വഞ്ചിയില്ലാത്ത കടവിൽ താങ്കൾ ആറ്റിലേക്കിറങ്ങി. നിശബ്ദവാദ്യങ്ങളുടെ താളത്തിൽ കൊതിച്ചും പേടിച്ചും വെച്ച കാലടികളിൽ നിഴൽ കുറുകി ഉച്ചയായി. ആറ്റിൽ മണലും പൊന്തയും കല്ലുമായി ഒഴുകാൻ തയ്യാറില്ലാത്ത വെള്ളം തലച്ചോറിൻ്റെ ചുളിവുകളിൽ ഓർമ്മയായി. മണലിൽ വെള്ളത്തിൻ്റെ ചിതറിയ തളികകൾ മാടുകൾ നക്കിത്തുടച്ചു. എച്ചിൽ വെള്ളം പറവകൾ കൊത്തിക്കുടിച്ചു. മുഖം നോക്കാൻ വഴിയില്ലാതെ പാലം മുഷിഞ്ഞു നിന്നു. മണൽ ലോറികൾ വന്നും പോയുമിരുന്നു. മണലിൽ ഉറച്ച തോണികൾ നോക്കിക്കൊണ്ട് കിടന്നു. ചില്ലിൻ്റെ ഉടയാൻ തയ്യാറുള്ള ഉറപ്പോടെ താങ്കൾ നടന്നു. ചില്ലിൻ്റെ ഉടയാൻ തയ്യാറുള്ള ഉറപ്പോടെ താങ്കൾ നടന്നു. ഉച്ച പകർന്നു. നോക്കി നിൽക്കെ മാടുകൾ കരഞ്ഞു. കാറു കയറി മഴ വീണു. പയ്യെ പയ്യെ മണലിൽ വെള്ളം വന്നു. താങ്കൾ വെള്ളം ചവിട്ടി നടന്നു. വെള്ളം പൊങ്ങി താങ്കൾ ചിതറിച്ചു നടന്നു. വെള്ളം മുട്ടോളമായി താങ്കൾ തുഴ പോലെ വകഞ്ഞു നടന്നു. വെള്ളം പൊങ്ങിക്കൊണ്ടിരുന്നു. ഇനി എന്തു ചെയ്യും? ഒരു തിടുക്കവുമില്ല. താങ്കൾക്ക് 3 നാൾ പൊക്കം. അത്ഭുതത്തിന് ഉറ്റുനോക്കി ഞാൻ നിന്നു. അത്ഭുതത്തിന് ഉറ്റുനോക്കി ഞാൻ നിന്നു. ഇല്ല, താങ്കൾ അതിസാധാരണമായി അനായാസമായി കര കയറി നാട്ടുവഴിയേ നടന്നു. താങ്കൾ അടയാളം വെച്ചത് ഈ നടപ്പ്. മൊഴി മാറ്റിയ മൗനത്തിൻ്റെ മാറ്റ്. പുലർച്ചെ പുലർച്ചെ താങ്കൾ വീണ്ടും അക്കരെ നിന്ന് പുറപ്പെടുന്നതും കാത്ത് ഞാൻ ഇക്കരെ നിൽക്കുന്നു. പുലർച്ചെ താങ്കൾ വീണ്ടും അക്കരെ നിന്ന് പുറപ്പെടുന്നതും കാത്ത് ഞാൻ ഇക്കരെ നിൽക്കുന്നു. അതിരറ്റ ക്ഷമയോടെ, അളവറ്റ കൊതുകത്തോടെ അനിത തമ്പി. കവിതയ്ക്ക് ഏൽപ്പിക്കാൻ കഴിയുന്ന ആഘാതത്തിൻ്റെയും അത് പ്രദാനം ചെയ്യുന്ന ഉയർന്ന സെൻസിറ്റിവിറ്റിയുടെയും അനുഭവം തന്ന കവിതയാണ് മേഘരൂപൻ എന്ന കവിത. അതീതമായ രീതിയിലേക്ക് ഭാഷയെ കൊണ്ടുപോയി വലിയ രീതിയിലുള്ള ഒരു ഊർജപ്രസാരം വായനക്കാരുടെ ഹൃദയത്തിൽ ഉണ്ടാക്കാനും ഈ കവിതയ്ക്ക് കഴിയുന്നു. അതാണ് ഈ കവിതയുടെ വലിയ അർത്ഥത്തിലുള്ള മേന്മ. ലോകത്തിലെ ഏത് ബന്ധനങ്ങൾക്കും ചങ്ങലകൾക്കും തളക്കാൻ കഴിയാത്ത സ്വാതന്ത്ര്യത്തിൻ്റെ അവിഛിന്ന രൂപത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഈ കവിത വരുന്നത്. ഒരേ നേരം കുഞ്ഞിരാമൻ നായരെ പറ്റി പറയുകയും എന്നാൽ നിഷേധത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും വലിയ അർത്ഥത്തിലുള്ള ഊർജപ്രഭാവങ്ങൾ ഈ കവിതയിൽ നിന്ന് നമുക്ക് വായിക്കാം. സ്വൽ വടിവുകളിലൂടെ, നാടൻ പദങ്ങളിലൂടെ വികസിക്കുന്നൊരു കവിതയാണ്. ശരിക്ക് ഒരു ശില്പമാണ്, പാറയിൽ കൊത്തിയൊരു ശില്പമാണ്. വളരെ ലളിതമായ വരികളിൽ, ആ വരികളിൽ ജീവനും എഴുതിയ കവിയുടെ ആത്മാവും എഴുതപ്പെട്ട കവിയുടെ ആത്മാവുമെല്ലാം ഉളുമ്പുന്നത് നമുക്ക് അറിയാനാവും. ഇതിനെപ്പറ്റി ആറ്റൂർ രവിവർമ്മ മാതൃഭൂമി ഓൺലൈനിലെ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹം കാളിദാസൻ്റെ മേഘസന്ദേശം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിനൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടാവുകയും ഒരു പ്രചോദനം ഉണ്ടാവുകയും ഈ മേഘരൂപിയായിട്ട് കുഞ്ഞിരാമൻ നായരെ അദ്ദേഹം
മനസ്സിൽ സങ്കല്പിക്കുകയും ചെയ്തു. പിന്നീട് പി കുഞ്ഞിരാമനായരെ ആകസ്മികമായി കണ്ടപ്പോൾ ഈ കവിത അദ്ദേഹത്തെ ചൊല്ലിക്കേൽപ്പിച്ചു. അപ്പോൾ ഞാൻ ആനയൊന്നും അല്ലടോ എന്ന് പറഞ്ഞ് ആറ്റൂരിനോട് കുസൃതിയായി പറയുകയാണ് അദ്ദേഹം ചെയ്തത്. അപ്പോൾ ഞാൻ ഈ കവിത എന്താണ് എനിക്ക് ഇഷ്ടപ്പെടാനൊരു കാരണം എനിക്ക് തോന്നിയത് ഒരു കവിത എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഇതിൻ്റെ ഉത്തമ മാതൃകയാണ്. കാരണം എല്ലാത്തരം മുൻവിധികളെയും എല്ലാ തരത്തിലുള്ള ആലങ്കാരികതകളെയും വിട്ടുകൊണ്ട് ഒരു ജൈവരൂപം എന്നുള്ള രീതിയിൽ ഭാഷയ്ക്ക് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും, അതാണ് ഈ കവിതയിൽ അദ്ദേഹത്തിൻ്റെ ഇതേപോലെ ഒരു 10ഓളം കവിതകളുണ്ട്. പക്ഷേ ഈ കവിതയിൽ ഞാൻ കാണുന്നത് ഭാഷയുടെ അതിർവരമ്പുകൾ വിട്ടുപോകുകയും സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വിശാല മണ്ഡലം തുറന്നു കാണിക്കുകയും നിഷേധത്തിൻ്റെയും വിധ്വംസകതയുടെയും ഒരു വലിയ തരത്തിലുള്ള അട്ടിമറി ഈ കൊച്ചു മലയാള വാക്കുകളിലൂടെ നടത്താൻ കഴിയുന്നു. അതെൻ്റെ ഹൃദയത്തിൽ കുടിയിരിക്കുന്നു. ആറ്റൂരിൻ്റെ ഒരു സമകാലികത, ആറ്റൂർ എഴുതിയ കാലത്ത് നിന്ന് പിന്നെ എത്രമാത്രം എങ്ങനെയൊക്കെ ഭാവുകത്വം, അത് ആറ്റൂർ മാഷ് പറഞ്ഞ പോലെ തന്നെ ഇന്നലെ കഴിഞ്ഞതും വളരെ ദൂരെയാകുമ്പോൾ വളരെ അകലെയാകുമ്പോൾ എനിക്കത് ചെല്ലുവാൻ വയ്യാത്ത ദൂരം എന്ന് ആറ്റൂർ തന്നെ പറയുന്നുണ്ട്. ആ ദൂരത്ത് വളരെ അടുത്തായ ആ ദൂരങ്ങളിൽ ഭാവുകത്വമൊക്കെ ഒരുപാട് പ്രാവശ്യം മാറ്റപ്പെടുമ്പോഴും നമ്മുടെ ഒപ്പമൊക്കെ ആറ്റൂരുണ്ട്. അപ്പോൾ ആറ്റൂരിൻ്റെ ഒരു നടത്തം അല്ലെങ്കിൽ ഇരിപ്പ്, കിടപ്പ്, എഴുന്നേൽപ്പ് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ഈ ശാരീരിക പ്രക്രിയകൾ അതിൽ തന്നെ നടപ്പാണ്. നിന്ന് നിരങ്ങി ഒറ്റയ്ക്കൊക്കെ നടക്കുന്നത് തോന്നെങ്കിലും നമ്മളെല്ലാവരും കൂടെ ചേർന്ന് കൊണ്ടുള്ളൊരു നടപ്പാണ്. അതൊരു പക്ഷേ എനിക്ക് തോന്നുന്നത് ആറ്റൂർ എന്ന കവിതയിലൂടെ ആറ്റൂർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ, അത് നീതിയാകട്ടെ, സ്വാതന്ത്ര്യമാകട്ടെ, മാനവികതയാകട്ടെ, ഇക്കാലത്ത് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് ആറ്റൂർ അന്നേ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ മടക്ക യാത്രകൾ മടങ്ങി ഇടയ്ക്ക് വരേണ്ടി വരും. ആ മടങ്ങി വരവിലൊന്നുമില്ല എന്നുള്ളത് ആറ്റൂരിൻ്റെ ഒരുപാട് കവിതയിൽ, അശാന്ത സമുദ്രക്കരയിൽ അല്ലെങ്കിൽ പുറപ്പാട്, ആറ്റുവേലി തുടങ്ങിയൊക്കെ കവിതയിൽ ആറ്റൂർ മടങ്ങി വരാൻ, അശാന്ത സമുദ്രക്കരയിൽ ആ കടൽ കണ്ട് കൊതിച്ച് പുറപ്പെട്ടയിടത്തേക്ക് മടങ്ങുന്ന സാൽമൺ മത്സ്യത്തെ പോലെ ഞാൻ തിരിച്ചു വരവുണ്ട്. പക്ഷേ അതേപോലെ പുറപ്പാടെന്നുള്ള കവിതയിൽ ചൊല്ലുവാൻ വയ്യ ചങ്ങാതി പൊള്ളുന്നുവോ കാലുകൾ, നാം ഈ മതിലോരം ചേർന്ന് നടക്കുക, ഈ പുഴവക്കത്തിരിക്കുക, എന്നിട്ട് വെറുതെ കയ്യും മുഖം ഒന്ന് കഴുകാൻ മാത്രമേ പറയുന്നുള്ളൂ ആറ്റൂർ. അത്രേ ഉള്ളൂ. അപ്പോൾ പുഴയുടെ തിരിച്ചു വരവുകളുണ്ടെങ്കിലും ഉറവ പറ്റിയ പുഴകൾ, അല്ലെങ്കിൽ വയസ്സായിട്ട് ചെരിഞ്ഞ് കിടക്കുന്ന പുഴകൾ, പ്രേതങ്ങൾ, പുഴയുടെ പ്രേതങ്ങൾ ഒക്കെ ആറ്റുവേലിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുള്ള കടുത്ത നിരാശയിൽ നിന്ന് ഒരു ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു പ്രക്രിയ, അതാണ് ഈ എഴുന്നേൽപ്പ് എന്നുള്ള കവിത. ഈ എഴുന്നേൽപ്പ് എന്നുള്ള കവിത വെച്ചിട്ട് ആറ്റൂരിൻ്റെ ജീവിതത്തിലെയും വാക്കുകളിലെയും ഒക്കെ ഊർജം വാസ്തവത്തിൽ ഈ എഴുന്നേൽപ്പാണ്. എഴുന്നേൽപ്പ് എഴുതുന്നൊരു കാലം തന്നെ ഒരു 80കളുടെ അവസാനത്തിൽ അല്ലെങ്കിൽ 2000 ആ കവിത സമാഹരിക്കപ്പെട്ടുള്ളത് 80കളുടെ അവസാനത്തിലല്ല, 95 തുടങ്ങി 2003 വരെ ഉള്ള കവിതകളുടെ ഇടയിലാണ് എഴുന്നേൽപ്പ് എന്നുള്ള കവിത വരുന്നത്. അപ്പോൾ അത് അതിൻ്റെ ഒരു ഊർജ്ജം ആ ഇരിപ്പ് പോലെയല്ല. ഇരിപ്പ് എന്നുള്ള കവിതയിൽ ഇങ്ങനെ ഒരേ സമയം പൊടിക്കുകയും വരയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന വിവിധോദ്ദേശ യന്ത്രം പോലെ ഒരേ സമയം ചിന്തിക്കുകയും വായിക്കുകയും എഴുതുകയൊക്കെ ചെയ്യുന്ന ഒരാൾ, അയാളുടെ കടുത്തൊരു യാന്ത്രികത, അയാൾ അവസാനം പറയുന്നുണ്ട്, ഞാൻ എല്ലാം ഇങ്ങനെ ശ്രദ്ധിച്ച് സൂക്ഷ്മമായി കണിശമായി ചെയ്തിട്ട് അരങ്ങത്ത് ഇരിപ്പിലൂടെ ഇരുന്നും നോക്കിയും മുദ്ര കാണിച്ചുമൊക്കെ അത്ര കണിശമായ ഒരു കഥകളി വേഷമായി മാറി ഞാനെന്ന് പറയുന്നുണ്ട്. ആ യാന്ത്രികതയിൽ നിന്ന് എങ്ങനെയൊക്കെ ആറ്റൂർ പുറത്തു വരുന്നു എന്നുള്ളതാണ് എഴുന്നേൽപ്പ് എന്നുള്ള കവിതയിൽ അത് നമുക്ക് എടുക്കുന്നത്. എപ്പോഴും ഇങ്ങനെ എന്തൊരാളായിപ്പോയി ഞാൻ എന്നുള്ളൊരു ആത്മവിമർശനത്തിൽ നിന്ന് എപ്പോഴും പുറത്ത് കിടക്കുക, ഈ ലോകം എന്താണെന്ന് അറിയുക, അതിനനുസരിച്ച് ആണ്ടോടാണ്ട് പുതുക്കപ്പെട്ടില്ല ഞാൻ എന്നുള്ളൊരു വിഷമം, ഒരു സങ്കടം എപ്പോഴും ഉണ്ട് ആറ്റൂരിൽ. അപ്പോൾ അതനുസരിച്ച് ഈ ലോകത്തോട് സമരസപ്പെടുക. ഒരു കവിത നാൾക്കുറി എന്നുള്ള അവസാന കാലത്ത് ആറ്റൂർ എഴുതിയ നാൾക്കുറിപ്പുകൾ എന്നുള്ളൊരു കവിതയിൽ
പരാതി പോയതിനെ പറ്റി പരാതിപ്പെടാൻ പി അല്ല ഞാൻ പി അല്ല പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ഇന്നത്തെ പത്രം നോക്കുക, വാർത്തകൾ കാണുക, വാർത്തകൾ കാണണം എന്നാണ്. വാർത്ത കേൾക്കുക ഇതൊന്നും വായിക്കൊന്നുമില്ല. വാർത്തകൾ കാണുന്ന ആ ദൃശ്യാത്മകത ലോകത്തിൻ്റെ കാണണം. അതേപോലെ ഏതാണ് സൂര്യൻ്റെ അവസ്ഥ, ചൂട്, കാലാവസ്ഥ ഇതൊക്കെ അറിയുക. അങ്ങനെ ഇന്നത്തെ കാര്യം മാത്രം അറിഞ്ഞ് ജീവിക്കുക. അങ്ങനെ അത് ഏതൊരു സങ്കടത്തിൽ നിന്നാണ് നമുക്ക് എഴുതുന്നതെന്ന് അറിയാം. പക്ഷേ ഈ ലോകത്തോട് വൈലോപ്പിള്ളിയൊക്കെ പറയുന്നത് പോലെ ഈ ചെറുപ്പമായ ലോകത്തോട് സമരസപ്പെടുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ എഴുന്നേൽപ്പ് എന്നുള്ള കവിതയിൽ ഒരു ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വരികയാണ്. ഇപ്പോൾ പറയുന്നുണ്ട് പൂർത്തിയായി മരുന്നിൻ്റെ തവണകൾ ആറ്റൂരിന് മാത്രം എഴുതാൻ കഴിയുന്ന ഒരു ഭാഷയുണ്ടല്ലോ. നമ്മൾ ഇതുവരെ എന്തേ കണ്ടില്ല എന്ന് വിചാരിക്കും. അത്രയ്ക്ക് അത് പുതുക്കമാകുക. അപ്പോൾ അതിലെ കൂർത്ത സൂചിത്തറപ്പുകൾ, മടക്കി വിരികൾ, മുഖം വടിച്ചു, പുതിയ ഉടുപ്പിട്ട്, ചെരുപ്പ് തിരികി, വിടുതല നിവർന്നു നിന്നു. അതാണ് നേരെ കിടക്കുന്ന ആൾ നിവർന്നു നിന്നു. ഇന്ന് വിടുതലാണല്ലോ. അതുപോലെ ഇത്രയും നാൾ കിടപ്പായിരുന്നു. തട്ട് നോക്കി ചുമരിൽ തട്ട് നോക്കി കിടന്നു. ആ കിളിവാതിലൂടെ കാണുന്ന ആകാശച്ചെരുവ് നോക്കിയിട്ട്, അല്ലെങ്കിൽ വെള്ള ചുമര് നോക്കിയിട്ട്, പങ്കക്കറക്കം നോക്കിയിട്ട് കിടപ്പായിരുന്നു. ഇത്രയും നാൾ കിടപ്പായിരുന്നു. ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ആൾ എന്ത് ഉന്മേഷമാണ്, ഇങ്ങനെ നിവർന്ന് നിലത്ത് ഉറപ്പിക്കുമ്പോൾ എന്തൊരു ഉന്മേഷമാണെന്നാണ്. കൈകളിങ്ങനെ ഇടം വലം ആട്ടി, അതേപോലെ ഇടം വലം ആട്ടി കൈകൾ നല്ല ഭയങ്കര രസമുണ്ടായത്. എന്താണ് പിടിച്ചു കുലുക്കി തൊഴുതു, എന്തിനൊക്കെയാണ് ഈ കൈകളുള്ളതെന്നാണ്. അങ്ങനെ പിന്നെ വണ്ടിയിൽ ചാഞ്ഞിരുന്ന് പോകുന്നു. ഇരുപക്കിലുമുള്ള കാഴ്ചകൾ, പള്ളിക്കൂടങ്ങൾ, കച്ചേരികൾ, അങ്ങാടികൾ. ആറ്റൂരിൻ്റെ നടത്തത്തിലൊക്കെ അതാണല്ലോ. നാട്ടിൽ പാർക്കാത്ത ഇന്ത്യക്കാരനിലൊക്കെ ആ കാണുന്ന കാഴ്ചകൾ. അത് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഉമ്മറത്ത് കയറി ഈ തളത്തിലെ തണുപ്പിൽ ചവിട്ടി കസേരയിൽ നിവർന്നിരിക്കുമ്പോൾ ഒക്കെ എന്തൊരു ഉന്മേഷമാണെന്നാണ്. എഴുന്നേറ്റ് നടന്ന് അകത്ത് ചെന്ന് ചുണ്ടും ചെവിയും ബന്ധിപ്പിക്കുന്ന ദൂരപേശി എടുത്ത് വിളിച്ചു. അപ്പോഴൊക്കെ ഞാൻ അനുഭവിക്കുന്നത്, നിലത്തുറപ്പിച്ച് നിൽക്കുമ്പോൾ കിടപ്പിനേക്കാൾ ആ നിഫിൽ അനുഭവിക്കുന്നത് അരങ്ങത്തെ ആ നടനെ തന്നെയാണ്. പക്ഷേ നേരത്തെ ഇരുപ്പിൽ പറഞ്ഞ നടനെ പോലെ ഇരുപ്പും നോട്ടവും കൈമുദ്രയും ഇല്ല. ഇവിടെ കൈമുദ്രയുള്ള നടൻ, അതേപോലെ കാലിൽ ചിലങ്കയുള്ളതുപോലെ അങ്ങനെ ഒരു ഉയർത്തെഴുന്നേൽപ്പ്. നമുക്കറിയാം ഈ ഉയർത്തെഴുന്നേൽപ്പ് അത് കരുതിക്കൂട്ടി അതില്ലാതെ വയ്യ. പുതിയ ലോകത്തെ അഭിസംബോധന ചെയ്യാതിരിക്കാൻ അത് പ്രകടമല്ലാതെ തന്നെ ആറ്റൂർ അങ്ങനെയായിട്ട് മാറുകയാണ്. അത് ആറ്റൂരിന് എന്നിൽ കെട്ടിക്കിടക്കുന്ന എന്നെ തന്നെ പുറത്ത് കൊണ്ടുവരാനായിട്ടാണ്, ഒഴുക്കുണ്ടാക്കാനായിട്ടാണ്. ഇപ്പോൾ നിഴൽ എന്നൊരു കവിതയുണ്ട്. അതിൽ പറയുന്നുണ്ട്, എനിക്ക് കച്ചിയിടുന്നു പൊള്ളൻ ഞാൻ, പൊയ്യൻ ഞാൻ, പൊള്ള ഞാൻ, എന്നിൽ തന്നെ കെട്ടിക്കിടക്കുവൻ ഒഴുകാത്തവൻ. അപ്പം ഇങ്ങനെയുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ് എപ്പോഴും വായനക്കാരനെ മുമ്പിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. തൻ്റെ മുമ്പിലിരിക്കുന്ന വായനക്കാരൻ അത് വളരെ സമകാലികനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വായനക്കാരൻ. ഒരിക്കലും താൻ വായനക്കാരനെ ഭയപ്പെട്ടിട്ടില്ല എന്നാണ്, ഉദ്വേഗം പൂണ്ടിട്ടില്ല. കാരണം എനിക്ക് മനസ്സിലാവുന്ന കവിത എൻ്റെ വായനക്കാരനും മനസ്സിലാവുന്നതാണ് ആറ്റൂർ പറയാറുള്ളത്. അപ്പം അത് ഇനിയും എന്നുള്ളൊരു കവിതയാണ്. ഇതിൽ വായനക്കാരനെ കുറിച്ചുള്ളൊരു പ്രതീക്ഷ. ഇപ്പോൾ ഒരു കടയാണ്. അതിൽ ചുറ്റുപാടും മറ്റ് കടകളൊക്കെ ഉണ്ട്. അത് പുതിയ ഏറ്റവും ഹൈടെക് അവിടെ സൗജന്യങ്ങൾ, സമ്മാന പരസ്യങ്ങൾ, കൊതിപ്പിക്കുന്ന പൊതികൾ, പൊതി വളരെ ഭംഗിയുള്ള പൊതികളൊക്കെയാണ്. അങ്ങനെ ഒരുപാട് ഓഫറുകളൊക്കെ ഉണ്ട്. പുതിയ രീതിയിലുള്ള കച്ചവടം. ഇതൊരു സാധാരണ തട്ടുപലയൊക്കെ നിരത്തി പലകിട്ടൊരു കട. അവിടെ ഇയാളിങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ അവിടെ ആകെ ഉള്ളത് കള്ളവും ഇല്ല, ചതിയില്ല, കള്ളപ്പറയില്ല. അങ്ങനത്തെ മാവേലിയുടെ നാട്ടിലത്തെ ആ കച്ചവടമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ തിരക്കിട്ട് കച്ചവടം നടക്കുകയാണ്. അടുത്തൊക്കെ ഇയാളിങ്ങനെ ഇരിക്കുകയാണ്. ഇനി ഇരുന്നിട്ട് കാര്യമില്ല, ഒരു ശീലമായതുകൊണ്ട് വന്നിരിക്കുകയാണെന്നാണ് പറയുന്നത്. ശീലമായതുകൊണ്ട് ആ കട വന്നിരിക്കും. അങ്ങനെ അയാൾ കട പൂട്ടി ഇറങ്ങാൻ നേരത്താണ് ഒരാൾ വരുന്നു. അപ്പോൾ ഇയാൾ പലകൾ ഇളക്കും, ഉള്ളിൽ വിളക്ക് തെളിയിക്കും, അളന്ന് തൂക്കി പൊതിഞ്ഞ് ഇത് കൊടുക്കുകയാണ്. അത് കൊടുത്തു പോകാൻ നേരത്തെ അടുത്ത ആൾ വരികയാണ്. അപ്പോൾ അടുത്ത ആൾ വരുന്നുള്ള എത്ര ആയിക്കോട്ടെ, തൻ്റെ കയ്യിലുള്ളതൊക്കെ പഴയ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒരാൾ വരും എന്നുള്ളൊരു പ്രതീക്ഷ ആറ്റൂരിന് എപ്പോഴും ഉണ്ട്. അതും ആറ്റൂരിൻ്റെ
ഈ കവിത തന്നെ ആറ്റൊരു വേറെ തരത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ എല്ലാ കാലം എനിക്ക് പറയാനുള്ളതൊരു പ്രത്യേക കാര്യം, നമ്മുടെ ഇപ്പോഴത്തെ യാന്ത്രിക മാനവികതയെ, ഈ ഇപ്പോഴത്തെ പുതിയ കാലത്തെ കവിതയൊക്കെ നമ്മൾ എയുടെ കാലമാണ്, ആ യാന്ത്രിക മാനവികതയെ വെല്ലുവിളിക്കാനുള്ള എല്ലാം ഒരു മാനവികത, ഒരു യാന്ത്രിക മാനവികത വിട്ട് ഒരു ജൈവ മാനവികത, ആറ്റൂരിൻ്റെ സകല കവിതകളും പുഴ പറ്റിക്കോട്ടെ, പാടങ്ങളില്ലാണ്ടായിക്കോട്ടെ, എന്തായിക്കോട്ടെ, പക്ഷെ ആ ഒരു മാനവികതയ്ക്ക് വേണ്ടിയാണ് ആറ്റൂർ എല്ലാ കാലത്തും എഴുതിയിട്ടുള്ളത്. ആറ്റൂർ രവിവർമ്മയിൽ കവിത പ്രവർത്തിക്കുന്നത് എപ്പോഴും നമ്മുടെ മറ്റ് മനുഷ്യരിൽ, മറ്റ് പല കവികളിലും ഉള്ള കാലസങ്കല്പത്തൊക്കെ പൂർണ്ണമായി അട്ടിമറിച്ചുകൊണ്ടാണ്. പഴയതിന് ഏറ്റവും പുതിയതിലേക്കും ഏറ്റവും പുതിയതിന് ഏറ്റവും പഴയതിലേക്കും ഏത് നിമിഷമാണ് ആ കവി മനസ്സ്, ആ കാവ്യഭാഷ അട്ടിമറിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം മാർഗം കൂടിയവനിൽ പഴയ ദൈവങ്ങൾ പോലെ എന്ന് പറയുമ്പോൾ വളരെ പ്രാചീനമായൊരു ബോധവും മാർഗം കൂടിയ പുതിയ അവസ്ഥയും തമ്മിലുള്ള ഒരു കോൺട്രഡിക്ഷനിലേക്കും, നേരെ തിരിച്ചുള്ള അവസ്ഥ അണിഞ്ഞ കൊമ്പനിൽ അരണ്ട കാട് പോലെ എന്ന് പറയുമ്പോൾ നേരെ തിരിച്ചുള്ള ഒരു കോൺട്രഡിക്ഷനിലേക്കും പോവുക. ആത്മഹത്യ ചെയ്തവൻ വിട്ടുപോയ ശബ്ദങ്ങൾ പോലെ അത് എക്സിസ്റ്റൻസിൻ്റെ ഒരു ലിമിറ്റേഷൻസിലേക്ക്, അങ്ങനെ ഈ കാലത്തെ പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ, ഈ മൂന്ന് സ്ഥലത്തേക്ക് എങ്ങോട്ടും പ്രക്ഷേപിക്കാവുന്ന വിധത്തിലുള്ള ഒരു വ്യക്തി മനോഘടന ആറ്റൂർ കവിത ഉണ്ടാക്കിയെടുക്കുന്നത്. ആ ഘടന ഷെയർ ചെയ്താലേ നമുക്കത് വായിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള മനസ്സിൽ ചില നേരങ്ങളിൽ ചില വേലിയേറ്റങ്ങൾ എന്ന് പറയും. ആ ചില നേരങ്ങളിലെ വേലിയേറ്റം മാത്രമാണ് കവിത. അല്ലാതെ ആ സകലം എല്ലാ സമയവും കവി എന്ന് പറയുന്ന വ്യക്തിയും അയാളുടെ ദുരന്തവും അയാളുടെ ആനന്ദവും അയാളുടെ ലഹരിയും ഒന്നുമല്ല ആറ്റൂർ കവിതയിലും ആറ്റൂരിൻ്റെ കവി ജീവിതത്തിൻ്റെ ആറ്റൂർ രവിവർമ്മയുടെ സ്വഭാവത്തിൽ പോലും അതില്ല. അതെല്ലാം വളരെ ക്രിട്ടിക്കലാണ്. പക്ഷേ ആ വേലിയേറ്റങ്ങളൊരു മൊമെൻ്റ് ഉണ്ട്. മറ്റേ ചെറിയ ചീള് പോലുള്ള സമയം എന്നൊക്കെ പറയും. അങ്ങനെ സമയത്തെക്കുറിച്ചും കാലത്തെക്കുറിച്ചും അതറിനെ കുറിച്ചും ഒക്കെയുള്ള ബോധം അത്ര സൂക്ഷ്മമായ ഒരു സംഗതിയും അത്ര അപകടം പിടിച്ചൊരു സാധനമാണ്. അപ്പം നമുക്ക് പല നേരെ ആറ്റൂരിനെ വായിക്കാത്ത ഒരാൾക്ക് തോന്നാം ഇയാൾ വളരെ പഴഞ്ഞിൽ ആന പൂരം എന്നൊക്കെ അല്ലെങ്കിൽ പിന്നെ ഒരു വള്ളുവനാടൻ ഫ്യൂഡൽ ജീവിതത്തിൻ്റെ എന്തോ കോപ്പാണെന്നൊക്കെ. അതൊന്നുമല്ല, ആ സാധനങ്ങളെ മുഴുവനും അതിനെ മുഴുവൻ ഇത്രയും ക്രിട്ടിക്കലായിട്ട് ഈ തിരിഞ്ഞു നിന്നിട്ട് പച്ചയ്ക്ക് പറഞ്ഞാൽ ഒരു വലിയ ഒരു ഭീമാകാരമായ ഒരു ആഖ്യാനത്തെ നോക്കിയിട്ട് അതൊക്കെ ഒരു വഴി വിട്ട് കൊടുക്കുന്ന പോലത്തെ ഇതൊരു സ്വഭാവമുണ്ട്. വളിപ്പെന്ന് പറഞ്ഞൊരു കവിത തന്നെയുണ്ട് കൃഷിയുടെ. അങ്ങനെയുള്ള ഒരു വളരെ വളരെ ഒരു കൗണ്ടർ ഒരു എന്താണ് വിധ്വംസകത്വം എന്ന് പറയും. ഇപ്പം ശിവൻ ആറ്റൂരിൻ്റെ ശിവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിയത്തിൽ, അമേരിക്കയിലെ മ്യൂസിയത്തിൽ പോയിട്ട് കാവൽ നിൽക്കുന്നൊരു ശിവനായിട്ട് മാറുന്നുണ്ട്. എന്നാൽ വലിയ പിന്നെ പിച്ചക്കാരനായിട്ട് തെണ്ടുന്ന ഒരു വലിയ മിത്തിക്കൽ ശിവനുണ്ടെന്ന് താനും. അതുപോലെ സൗന്ദര്യം, രതി പോലത്തെ വിഷയങ്ങളുണ്ടല്ലോ. ഇപ്പം ഒരു സ്ത്രീയുടെ ഈ സിമിലി, ഒരു ഉപമ വരുന്നതെന്ന് പറയുന്നത് ഇന്ന നൂറ്റാണ്ടിലെ ശില്പത്തിലെ സ്ത്രീയുടെ മുഖം പോലെ എന്നാണ് പറയുന്നത്. അത് നമ്മുടെ നാട്ടിലൊരു തരുണ കവിതയ്ക്ക് പറയാൻ പറ്റുന്നൊരു ഭാഷയല്ല. അത് പ്രാചീനതയൊന്നുമല്ല, കാലത്തെക്കുറിച്ചിട്ടുള്ള വലിയ അവബോധത്തിൽ നിന്നുണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പം മറ്റൊരു പ്രശസ്തമായിട്ടുള്ള ഒരു വരിയുണ്ടല്ലോ, ഈ നമ്മുടെ ഈ ആനയുടെയും പ്രത്യേകിച്ചും ഉത്സവത്തിലെ ആനയുടെയും മെറ്റഫർ ഇത്രയും വിധ്വംസകമായിട്ട് ഉപയോഗിച്ച കവി വേറെ ഉണ്ടാവില്ല. ഇപ്പം വെടിവെച്ച് കുഴിവെട്ടി മൂടിയ കൊമ്പൻ എണീറ്റ് നിൽക്കുന്നത് പോലെ കറുത്തു തടിച്ചു മാനം മുട്ടി മിണ്ടാത്തിരുളു തങ്കത്തലേക്കെട്ടു മേലോട്ടെറിഞ്ഞു നിൽക്കുന്നു. ഈ കാർണിവൽസ്ക്കായിട്ടുള്ള ചിത്രമാണ്. പക്ഷെ അത് നേരെ തിരിച്ചത് ഇരുട്ടാണേ, വലിയ അന്ധകാരം. ഈ മനുഷ്യനെ ബാധിച്ചിട്ടുള്ള പാരിസ്ഥിതിക നാശത്തിൻ്റെ, നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കാലത്തെക്കുറിച്ചുള്ള വരിയായിട്ട് തന്നെ വായിക്കണം ഇത്. വലിയ ഒരു പ്രപഞ്ചത്തെ മുഴുവനും മനുഷ്യൻ്റെ ഇന്ദ്രിയത്തിൽ കാണുന്ന പ്രപഞ്ചം മുഴുവനും ഒരു വലിയ നശീകരണ ശക്തിയുള്ള ഒരു വലിയ പ്രാപഞ്ചിക കാട്ടാനയായിട്ട് മാറുന്നൊരു സീനുണ്ട് അതിൻ്റെ. അത് ഇങ്ങനത്തെ ഒരു വരി അതുപോലെ തന്നെ സെക്ഷുവാലിറ്റി വലിയ നമ്മുടെ കവിത പൊതുവെ സെക്ഷുവാലിറ്റി ഇല്ല. ആറ്റുഭാഷ കവിതയിൽ ഒരുപാടൊന്നും സെക്ഷുവാലിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ആറ്റൂരിൻ്റെ ഈ വളരെ പരമ്പരാഗതം തോന്നിക്കുന്ന തരം ഒരു ടോണിൽ തുടങ്ങുന്ന കവിതയുടെ ഒരു ഘട്ടം എത്തുമ്പോഴത്തേക്കുണ്ടല്ലോ പെട്ടെന്ന് നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു സെക്ഷൽ മോട്ടീഫ് കയറി വരുന്നൊരു വരവുണ്ട്. എനിക്കൊന്നത് മലയാളത്തിൽ ഉണ്ടായിട്ട് കേരളത്തിൻ്റെ സംസ്കാരത്തെ ഒരൊറ്റ സെക്ഷൽ മോട്ടീഫ് കൊണ്ട് കേരളത്തിൻ്റെ ലാൻഡ്സ്കേപ്പിനെ വിശദീകരിച്ചിട്ടുള്ള ഒരു ഭാഗമുണ്ട് നാട്ടുമഴ എന്നുള്ള കവിതയിൽ. കുന്നുയരങ്ങളിൽ കേരളത്തിൻ്റെ ലാൻഡ്സ്കേപ്പും കേരളത്തിലെ മനുഷ്യരുടെ സ്വഭാവവും കേരളത്തിലെ കൾച്ചറൽ ചില ഐക്കൺസുമാണ് കവിതയുടെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. പക്ഷേ ഈ വരി എത്തുമ്പോഴത്തേക്കാണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത്. കുന്നുയരങ്ങളിൽ നിന്ന് താഴ്വരയിലേക്ക് ഇറങ്ങി
മഴയെക്കുറിച്ചാണ്, മഴവെള്ളം ഒഴുകുന്നതിനെ കുറിച്ചാണ്. കുന്നുയരങ്ങളിൽ നിന്നു താഴ്വരയിലേക്ക് ഇറങ്ങി രഹസ്യങ്ങളിൽ നിറഞ്ഞു ലിംഗങ്ങളെല്ലാം ഉണർന്നു കിടക്കുന്നു മല ആൺമയും പെൺമയും. അതാണ് ലിംഗങ്ങളെല്ലാം ഈ ഉണർന്നു കിടക്കുന്ന മല ആൺമയും പെൺമയും. വാസ്തു ലിംഗങ്ങളൊക്കെ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്ന ഒരു ജനതയോടാണ് ആറ്റൂർ സംസാരിക്കുന്നുള്ളതാണ്. അതിൽ ആൺമ പെൺമ എന്നൊക്കെ പറയുന്ന വലിയ ഡൈവേഴ്സിറ്റിയെ കുറിച്ചിട്ടുള്ളൊരു സങ്കല്പം ഇത്. പക്ഷേ ആറ്റൂർ കോൺഷ്യസ് ആയിട്ട് എഴുതിയാണെന്ന് പോലും നമുക്ക് പറയാൻ പറ്റാത്ത വിധത്തിലുള്ള അത്രത്തോളം ഭ്രാന്ത്, ഒരു സംസ്കാരത്തിൻ്റെ ഒരു കാലഘട്ടത്തിലെ മുഴുവൻ ഭ്രാന്തും ഉൾക്കൊള്ളുന്ന, അതിനെ മുഴുവൻ അടക്കിയിട്ട് വളരെ കാമായിട്ട് അതിനെ അടക്കുന്ന ഒരു കവിയായിട്ടാണ്. അതുകൊണ്ടാണ് കൽപ്പറ്റയൊക്കെ പറയുന്നത് പോലെ ഈ മേഘം പോലെ മാറിക്കൊണ്ടിരിക്കുന്ന സ്ഥായി രൂപം ഇല്ലെന്ന് പറയുന്നില്ലേ. ആറ്റൂരിൻ്റെ രൂപങ്ങൾക്കൊന്നും സ്ഥായിയല്ല, അതിങ്ങനെ പരിണമിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ വായിക്കുന്ന ആളുടെ കണ്ണുപോലെ ഇരിക്കുക പരിണാമം അറിയാം. നിങ്ങൾക്ക് അതിന് ഒരു വളരെ യാഥാസ്ഥികമായ ക്ഷേത്രഗോപുരമായിട്ട് കാണണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കാണാം. നിങ്ങളുടെ കാര്യം കഷ്ടം, അത്രയേ ഉള്ളൂ. പക്ഷെ നിരന്തരം പരിണമിക്കുന്ന ഒരു വലിയ ചീട്ടുകൊട്ടാരമായിട്ട് അതിനെ കാണാൻ നിങ്ങൾക്ക് പറ്റണം. അത് ഏതൊരു ആധുനികതയിൽ നിന്നും വായിക്കാവുന്ന, ഏത് പൗരാണികതയിൽ നിന്നും വായിക്കാവുന്ന മലയാളത്തിലെ മൈൽ സ്റ്റോൺ കവികളിൽ ഒരാളാണ് ആറ്റൂർ. എൻ്റെ അഭിപ്രായത്തിൽ വിയോജിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ കുമാരനാശാന് ശേഷം മലയാള കവിതയിലുണ്ടായ ഒരു പ്രധാനപ്പെട്ട മൈൽ സ്റ്റോണുകളിലൊന്ന് ഒരുപക്ഷെ വൈലോപ്പിള്ളി ഇടശ്ശേരിയും കൂടെ ചേർത്ത് വയ്ക്കാം നമുക്ക്. അങ്ങനത്തെ ഒരു കവിയായിട്ടാണ് ഞാൻ ആറ്റൂരവർമ്മയെ, അത് വ്യക്തിപരമായിട്ടല്ല, കവിതകൾ മാത്രം 150-175ഓളം കവിതകൾ കാത്തു വന്നിട്ടാണ് ഞാനതിനെ കാണുന്നത്.